പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 13-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 83-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ലോകജാതികളിൽ നിന്നും അവർക്ക് എണ്ണമറ്റ എതിർപ്പുകളും യുദ്ധങ്ങളും നേരിട്ടിട്ടുണ്ട്. ഇസ്രായേൽ എന്ന പേര് ഈ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയണമെന്നും ഇനി ആ പേർ ആരും ഓർക്കരുതെന്നും ഉള്ള നിലയിൽ അവരോട് യുദ്ധം ചെയ്തവർ അനവധിയാണ്. എന്നാൽ ആ ജനം സകല ജാതികൾക്കും ഒരു ഭാരമായിരിക്കും എന്നാണ് വചനം പറയുന്നത്. ലോകജാതികളുടെ ദൈവം മനുഷ്യരുടെ കൈവേലയാൽ അവയ്ക്ക് സംസാരിക്കുവാനോ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി കൊടുക്കുവാനോ കഴിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ജീവനുള്ള ഏക സത്യദൈവത്തെ മനുഷ്യരോട് സംസാരിക്കുവാനാണ് അനവധി സന്ദർഭങ്ങളിൽ ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടുമുണ്ട്. സംസാരിക്കുന്ന ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ഇന്നും ദൈവം അനേകരോടും നേരിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ വളരെ പ്രാർത്ഥിച്ചിട്ടും അലറി നിലവിളിച്ചിട്ടും മറുപടി ലഭിക്കാത്ത അനവധി അനുഭവങ്ങൾ ഇസ്രായേലിനും മറ്റു അനേകർക്കും ഉണ്ടായിട്ടുമുണ്ട്. ഇന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്, ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോവുകയും അവയെ ഹൃദയത്തിൽ സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം മൗനമായിരിക്കും, ഉത്തരം നൽകുകയില്ല. ആമേൻ. 2, പാപജീവിതത്തിൽ ഇരിക്കുകയും അവയ്ക്ക് പരിഹാരം വരുത്തുകയും ചെയ്യാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം മൗനമായിരിക്കും, സ്വസ്ഥമായും ഇരിക്കും, ഉത്തരം ലഭിക്കുകയുമില്ല. 3, ദൈവവചനം അനുസരിക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുകയും വിവിധ നിലകളിൽ ദൈവം സംസാരിച്ചിട്ടും അത് കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ കഠിന ഹൃദയത്തോടുകൂടെ ജീവിക്കുന്നവർ കഷ്ടത വരുമ്പോൾ നിലവിളിച്ചാലും ദൈവം മൗനമായിരിക്കും, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുകയില്ല. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായ ഉള്ളത് ചെയ്ത് നിങ്ങൾ പ്രവർത്തിച്ചു. എനിക്ക് പ്രസാദമില്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും എന്നും ദൈവവചനം അരുളി ചെയ്യുന്നു. 4, നിരാലംബരുടെയും അഗതികളുടെയും അപേക്ഷ നിരസിക്കുകയും അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവരോട് കനിവില്ലാതെയും അവരെ സഹായിക്കാതെയും ഇരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കഷ്ടത വരുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം മൗനമായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ അനേകർ സഹായിക്കുന്നവരുണ്ട്. പക്ഷേ ആർക്ക് സഹായിക്കണമെന്നും അർഹതയുള്ളവർക്ക് സഹായിക്കണമെന്നും അവർ തിരിച്ചറിയുന്നില്ല. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ അവൻ വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. ദൈവം കൽപ്പിച്ചത് അനുസരിക്കാതിരിക്കുകയും രാജ്യം ഭരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീദിനെ കൊല്ലുവാൻ അന്വേഷിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും അലഞ്ഞു തിരിഞ്ഞവനാണ് ഇസ്രായേലിലെ പ്രഥമ രാജാവായ ശൗൽ. ഒടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവത്തോട് നിലവിളിച്ചെങ്കിലും ദൈവം മൗനമായിരുന്നു. അവസാനം വെളിച്ചപ്പാടത്തിയുടെ ആലോചനയുടെ പിന്നാലെ പോവുകയും ദാരുണ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. പാപത്തിൽ മുഴുകിയും ജീവിക്കുന്ന കൽപ്പന ലംഘികളായ സുവിശേഷ പ്രസംഗകർ ദൈവത്തിൻ്റെ മൗനത പാപം ചെയ്യുവാനുള്ള അവസരങ്ങളായി വിനിയോഗിച്ചാൽ ജീവിത അന്ത്യത്തിൽ തകർന്നു പോകും,
പലരുടെയും ചിന്തകൾ, ഞാൻ ഇത്രയും പാപം ചെയ്തിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചില്ല, ദോഷമായിട്ട് ഇതുവരെയും എന്നോട് ചെയ്തില്ല എന്ന വിചാരത്തിൽ പിന്നെയും പാപം ചെയ്യുവാൻ വെമ്പൽ കൊള്ളുകയാണ് ഈ കൂട്ടർ. വചനം പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരുമുണ്ടാവുകയുമില്ല. ദൈവദാസന്മാർക്കെതിരായി നിൽക്കുകയും ദൈവസഭയ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കഷ്ടത വരുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചിട്ടും പ്രയോജനമില്ല. ദൈവം നിലവിളി കേൾക്കുകയില്ല, ദൈവം മൗനമായിരിക്കും. ആകയാൽ പ്രിയ ദൈവവൈതലേ, നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ദൈവം മൗനമായിരിക്കാതെ മറുപടി ലഭിക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് ദൈവം മൗനമായിരിക്കാതെ ഉത്തരം നൽകുകയും എന്നുള്ളതിന് അനേക ഉറപ്പുകൾ ദൈവവചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഓരോ മൗനതയുടെയും ഉദ്ദേശം നാം ഉടനെ അറിയുന്നില്ല എങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ദൈവ ഉദ്ദേശം വെളിപ്പെട്ട് വരികയുള്ളൂ. ആകയാൽ ദൈവത്തിൻ്റെ മൗനം അത് നന്മയ്ക്കായി കാരണമാകും. ഒരു ദൈവപൈതലിൻ്റെ നിലവിളിക്ക് ദൈവം മൗനമായിരിക്കുകയില്ല. ആമേൻ. ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. പ്രിയ ദൈവപൈതലേ, ഈ നാളുകളിൽ ദൈവം അത്ഭുതം ചെയ്യും. നിലവിളിയുടെ മറുപടികൾ കാണുക തന്നെ ചെയ്യും. ആകയാൽ ദൈവസന്നിധിയിൽ ആമേൻ അടുത്തു ചെല്ലാമോ? ഭയത്തോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ആമേൻ. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് എന്ന് ആമേൻ നമുക്ക് ദൈവത്തോട് പറയാം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഈ ദിവസങ്ങളിൽ മയങ്ങാത്ത, ഉറങ്ങാത്ത ആ ദൈവത്തെ ആമേൻ വിശുദ്ധിയോടെ, ഭയത്തോടെ, ഭക്തിയോടെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും കർത്താവേ ആമേൻ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾക്ക് മിണ്ടാതിരിക്കരുത്, അങ്ങയുടെ കരം ചലിക്കണം. ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ കരം ആമേൻ ചലിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവേ എൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്യുന്ന കർത്താവേ സ്തോത്രം, അനുഭവങ്ങളിൽ കൂടെ ഈ നാളുകളിൽ എൻ്റെ ഭക്തന്മാരെ കടത്തിവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിലും ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികൾ കാണുവാൻ കർത്താവ് സഹായിക്കും, അത്ഭുതം ചെയ്യും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മഹത്വം പങ്കെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.